രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതിയുടെ കാലാവധി അവസാനിച്ചു. നിലമ്പൂർ നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. രണ്ടാം വാർഡ് കോവിലകത്തുമുറിയിൽ നിന്നും വിജയിച്ച മുതിർന്ന അംഗമായ പത്മിനി ഗോപിനാഥാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. നിലമ്പൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പത്മിനി ഗോപിനാഥ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നിലമ്പൂർ നഗരസഭയിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. UDF, BJP അംഗങ്ങൾ പ്രകടനമായാണ് ചടങ്ങിനെത്തിയത്. നഗരസഭാ വരണാധികാരിയും ജില്ലാ പ്ലാനിംഗ് ഓഫീസറുമായ TV ഷാജു പത്മിനി ഗോപിനാഥന് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പത്മിനി ഗോപിനാഥാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ആര്യടൻ ഷൌക്കത്ത് MLA, പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. ചടങ്ങ് കഴിഞ്ഞയുടൻ പത്മിനി ഗോപിനാഥിന്റെ അധ്യക്ഷതയിൽ കൌൺസിൽ യോഗവും ചേർന്നു. ഭരണസമിതി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് യോഗത്തിൽ വായിച്ചു. നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് 26-ന് രാവിലെ 10:30-നും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-നും നടക്കും. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷർക്കായുള്ള തെരഞ്ഞെടുപ്പ് 27-നാണ് നടക്കുക. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.